വെൽക്കം ബാക്ക്. ഇംഗ്ലീഷിലെ ഏറ്റവും ബേസിക് ആയ ഒരു സെൻറ്റൻസ് പാറ്റേൺ, അതായത് സബ്ജക്റ്റ് പ്ലസ് വെർബ് പ്ലസ് ഒബ്ജക്റ്റ്, അത് ഉപയോഗിച്ച് എങ്ങനെ സെൻറ്റൻസസ് നിർമ്മിക്കാം എന്നാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. ഇന്ന് നമുക്ക് കുറച്ചുകൂടി കോംപ്ലക്സ് ആയ, കുറച്ചുകൂടി ലോങ് ആയ സെൻറ്റൻസസ് വിവിധ ടെൻസസിൽ എങ്ങനെ നിർമ്മിക്കാം എന്ന് നോക്കാം. അതിനു മുമ്പ് നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങൾ കൂടി പറയാം. ഇംഗ്ലീഷിലെ വേർഡ് ഓർഡർ എന്ന് പറയുന്നത് സബ്ജക്റ്റ് പ്ലസ് വെർബാണ്. അതായത് ആദ്യം സബ്ജക്റ്റ് വരും, അതിനുശേഷം വെർബ് വരും. ഈ സബ്ജക്റ്റിനും വെർബിനും ഇടയിൽ ചിലപ്പോൾ അഡ്വേർബ്സ് വരാറുണ്ട്. മറ്റു വാക്കുകളൊന്നും തന്നെ സബ്ജക്റ്റിനും വെർബിനും ഇടയിൽ വരാൻ സാധിക്കില്ല. വെർബിനെ കുറിച്ച് കുറച്ചുകൂടി ഇൻഫർമേഷൻ തരുന്ന ഏതെങ്കിലും വാക്കുകളാണ് അഡ്വേർബ്സ് എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ ഒരു പ്രവൃത്തി എപ്പോൾ നടന്നു, എത്ര പ്രാവശ്യം നടന്നു, എവിടെ വെച്ച് നടന്നു, എങ്ങനെ നടന്നു, ഇങ്ങനെയുള്ള ഇൻഫർമേഷൻ എല്ലാം തരുന്ന വാക്കുകൾക്കാണ് നമ്മൾ അഡ്വേർബ്സ് എന്ന് പറയുന്നത്. അഡ്വേർബ് എന്ന് പറയുമ്പോൾ ക്രിയാവിശേഷണം, വെർബ് എന്ന് പറയുമ്പോൾ ക്രിയ അഥവാ ആക്ഷൻ. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഇംഗ്ലീഷിലെ എല്ലാ ടെൻസ് ഫോംസും നമ്മൾ ഒരു ആക്ഷൻ വേർഡിന് മുന്നിൽ ഏതെങ്കിലും ഒരു ഓക്സിലറി വെർബ് ഉപയോഗിച്ചാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അത് ഏത് ഓക്സിലറി ഉപയോഗിക്കണം എന്നുള്ളത് ടെൻസ് ഏതാണെന്നുള്ളതിനനുസരിച്ചിരിക്കും. സിമ്പിൾ പ്രസന്റ് ടെൻസിലും സിമ്പിൾ പാസ്റ്റ് ടെൻസിലും അഫർമേറ്റീവ് സെന്റൻസിൽ ഓക്സിലറീസ് കാണില്ല. പക്ഷേ അതിലും ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ നെഗറ്റീവ് ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് ഓക്സിലറീസ് കൂടിയേ തരും. ഒരു അഫർമേറ്റീവ് സെന്റൻസിന്റെ ഓർഡർ ആണ് സബ്ജക്ട് പ്ലസ് വെർബ്. ഒരു ക്വസ്റ്റ്യൻ ആവുമ്പോൾ അതിൽ ഓക്സിലറി വെർബാണ് സബ്ജക്റ്റിന് മുന്നിൽ വരിക. അതായത് ഒരു ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു ഓക്സിലറി വെർബ് ഉപയോഗിച്ചായിരിക്കും. ഞാനിവിടെ കുറച്ച് സെന്റൻസസ് മലയാളത്തിൽ പറയുന്നുണ്ട്. അത് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടോ എന്നാണ് നോക്കേണ്ടത്. എന്റെ സഹോദരി മുംബൈയിൽ ആണ് താമസിക്കുന്നത്. ഇതെങ്ങനെ പറയും നമ്മൾ? എന്റെ സഹോദരി എന്ന് പറയുമ്പോൾ മൈ സിസ്റ്റർ, മുംബൈ എന്ന് പറയുമ്പോൾ ഇൻ മുംബൈ, താമസിക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് ലീവ് എന്ന് പറയാം അല്ലെങ്കിൽ സ്റ്റേ എന്ന് പറയാം. എൻ്റെ സഹോദരി മുംബൈയിലാണ് താമസിക്കുന്നതെന്ന് പറയുമ്പോൾ ഞാൻ പറയുന്നത് ഒരു പെർമനന്റ് ലിവിങ് അറേഞ്ച്മെന്റിനെ കുറിച്ചാണല്ലോ. എൻ്റെ സഹോദരി കുറേ കാലമായി മുംബൈയിലാണ് താമസിക്കുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ പെർമനന്റ് ലിവിങ് അറേഞ്ച്മെന്റ്സിനെ കുറിച്ച്, ആളുകൾ എവിടെ താമസിക്കുന്നു, അതുപോലെ തന്നെ അവരെവിടെ ജോലി ചെയ്യുന്നു, ഇതെല്ലാം പറയാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുക സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്. V1 ഉപയോഗിച്ചാണ് സിമ്പിൾ പ്രസന്റ് ടെൻസിൽ ഒരു അഫർമേറ്റീവ് സെന്റൻസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മളത് ഇങ്ങനെയാണ് പറയുക. ഇവിടെ സബ്ജക്റ്റ് മൈ സിസ്റ്റർ ആണ്. ഒരു ഇംഗ്ലീഷിലെ ഒരു അഫർമേറ്റീവ് സെന്റൻസ് എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുന്നത് സബ്ജക്റ്റ് ഉപയോഗിച്ചാണ്. മൈ സിസ്റ്റർ ലിവ്സ്, താമസിക്കുന്നു, ഇൻ മുംബൈ, മുംബൈയിലാണ് താമസിക്കുന്നത്. മൈ സിസ്റ്റർ ലീവ്സ് ഇൻ മുംബൈ. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കുക. ലീവ് എന്ന് പറയുന്ന ആ വെർബിന് ശേഷം നമ്മളൊരു എസ് ആഡ് ചെയ്തിട്ടുണ്ട്. അത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ? അതിന് കാരണം ഇവിടുത്തെ സബ്ജക്റ്റ് മൈ സിസ്റ്റർ എന്ന് പറയുന്ന സിംഗുലർ നൗൺ ആണ്. സിമ്പിൾ പ്രസന്റ് ടെൻസിൽ സബ്ജക്റ്റ് സിംഗുലർ ആവുന്ന സാഹചര്യങ്ങളിൽ, അതായത് സബ്ജക്റ്റ് ഒരു സിംഗുലർ നൗണോ സിംഗുലർ പ്രൊനൗണോ ആയി വരുമ്പോൾ നമ്മൾ വെർബിന്റെ കൂടെ ഒരു എസ് ആഡ് ചെയ്യും. സബ്ജക്റ്റ് പ്ലൂറൽ ആവുമ്പോൾ അല്ലെങ്കിൽ സബ്ജക്റ്റ് ഐ അല്ലെങ്കിൽ യു എന്ന പ്രൊനൗൺ ആവുന്ന സാഹചര്യങ്ങളിൽ നമ്മൾ ഇങ്ങനെ എസ് ആഡ് ചെയ്യുന്നില്ല. അപ്പൊ നമ്മളിത് ഇങ്ങനെയാണ് പറയുക, മൈ സിസ്റ്റർ ലീവ്സ് ഇൻ മുംബൈ. ഇനിയിപ്പോൾ നമുക്ക് പറയേണ്ടിയിരുന്നത് സിസ്റ്റേഴ്സ് ആയിരുന്നെങ്കിലോ, അങ്ങനെയാണെങ്കിൽ നമ്മൾ പറയാം മൈ സിസ്റ്റേഴ്സ് ലീവ് ഇൻ മുംബൈ എന്നാണ് പറയാം. അപ്പോൾ നമ്മളവിടെ സിസ്റ്റേഴ്സ് എന്നുള്ളത് പ്ലൂറൽ സബ്ജക്റ്റ് ആയത് കാരണം നമ്മൾ ആ ലീവ് എന്ന് പറയുന്ന വെർബിന്റെ കൂടെ അവിടെ എസ് ആഡ് ചെയ്യില്ല. ഞാൻ ഇപ്പോൾ എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും കൂടെയാണ് താമസിക്കുന്നത്. ഇപ്പോൾ താമസിക്കുന്നതെന്ന് പറയുമ്പോൾ ഇതൊരു ടെമ്പററി അറേഞ്ച്മെന്റ് ആണ് അല്ലെ. നമ്മൾ താൽക്കാലികമായി എവിടെയെങ്കിലും താമസിക്കുന്നതിന് പറയുക സ്റ്റേ എന്നാണ്. ലീവ് എന്നല്ല നമ്മൾ സാധാരണഗതിയിൽ പറയുക, സ്റ്റേ എന്നാണ്. പെർമനന്റ് ആയ അറേഞ്ച്മെന്റ്സിനെ കുറിച്ച് പറയുമ്പോഴാണ് നമ്മൾ ലീവ് എന്ന് പറയുക. അപ്പോൾ നമ്മളിങ്ങനെ എവിടെയെങ്കിലും താൽക്കാലികമായി താമസിക്കുന്നു അല്ലെങ്കിൽ ജോലി ചെയ്യുന്നു എന്നൊക്കെ പറയാൻ നമ്മൾ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ് ഉപയോഗിക്കുക. പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിന്റെ ഫോം എന്താണ്? ഈസ്, ആം, ആർ പ്ലസ് ING ഫോം ആണ്. ഇവിടെ നമ്മൾ സബ്ജക്റ്റ് സിംഗുലർ ആകുമ്പോഴാണ് ഈസ് ഉപയോഗിക്കുക, സബ്ജക്റ്റ് പ്ലൂറൽ ആകുമ്പോൾ നമ്മൾ ആർ ഉപയോഗിക്കും, സബ്ജക്റ്റ് ഐ ആകുമ്പോൾ നമ്മൾ ആം ഉപയോഗിക്കും. ഇവിടുത്തെ സബ്ജക്റ്റ് ആരാണ്? ഞാൻ എന്ന് പറയുമ്പോൾ ഐ, ഇപ്പോൾ എന്ന് പറയുമ്പോൾ നൗ അല്ലെങ്കിൽ അറ്റ് ദ മൊമെന്റ് എന്ന് പറയാം, ദീസ് ഡേയ്സ് എന്ന് പറയാം. അത് ഏതും നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ നമ്മൾ ഈ സെന്റൻസ് സ്റ്റാർട്ട് ചെയ്യുക എപ്പോഴും സബ്ജക്റ്റ് ഉപയോഗിച്ചാണ്. അപ്പോൾ ആദ്യം വരിക ഐ ആണ്, പിന്നെ താമസിക്കുക, അതാണ് വെർബ് അല്ലേ. ഇവിടെ താമസിക്കുക എന്ന വെർബിന്റെ പ്രസന്റ് കണ്ടിന്യൂസ് ഫോം എന്താണ്? ആം സ്റ്റേയിങ്. ഐ ആം സ്റ്റേയിങ് ആരുടെ കൂടെ? വിത്ത് മൈ പാരൻസ്, എൻ്റെ അച്ഛനമ്മമാരുടെ കൂടെ. ഇപ്പോൾ അറ്റ് ദ മൊമെന്റ്, ഐ ആം സ്റ്റേയിങ് വിത്ത് മൈ പാരൻസ് അറ്റ് ദ മൊമെന്റ്. അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഐ ആം സ്റ്റേയിങ് വിത്ത് മൈ പാരൻസ് നൗ എന്ന് പറയാം, ഇപ്പോൾ. ദീസ് ഡേയ്സ് എന്ന് നമുക്ക് പറയാം. ഈ എക്സ്പ്രഷൻസിനെല്ലാം ഇപ്പോൾ എന്ന അർത്ഥം തന്നെയാണ് ഉള്ളത്. അപ്പോൾ നമ്മൾ ടെമ്പററി ലിവിങ് അറേഞ്ച്മെന്റ്സിനെ കുറിച്ച് പറയാം. താൽക്കാലികമായി എവിടെ ജീവിക്കുന്നു എന്ന് പറയാൻ നമ്മൾ പ്രസന്റ് കണ്ടിന്യൂസ് ഉപയോഗിക്കും. പെർമനന്റ് ആയി എവിടെയാണ് നമ്മൾ താമസിക്കുന്നത് അല്ലെങ്കിൽ ജീവിക്കുന്നതെന്ന് പറയാൻ നമ്മൾ സിമ്പിൾ പ്രസന്റ് ടെൻസ് ഉപയോഗിക്കും. ഇതിൻ്റെയൊക്കെ ഫോം ഓർത്തിരിക്കണം.
കഴിഞ്ഞ 2 മാസമായി ഞാൻ എൻ്റെ അമ്മാവൻ്റെ കൂടെയാണ് താമസിക്കുന്നത്. ഇവിടെയോ? ഇവിടെ നമ്മൾ പറയുന്നത് കഴിഞ്ഞ 2 മാസമായി എന്നാണ്. കഴിഞ്ഞ 2 മാസമായി എന്ന് എങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയാം? ഫോർ ദ ലാസ്റ്റ് 2 months. ഈ സിറ്റുവേഷൻ അല്ലെങ്കിൽ ഈ ആക്ഷൻ തുടങ്ങിയത് പാസ്റ്റിലാണ്. 2 മാസം മുമ്പ് അത് തുടങ്ങി. ഇപ്പൊ ഈ സമയം വരെയും അത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത്തരം സിറ്റുവേഷൻസിനെ കുറിച്ച് സംസാരിക്കാൻ നമ്മൾ ഉപയോഗിക്കുക പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ഫോം ആണ്. പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിന്റെ ഫോം എന്താണ്? ഹാസ് ബീൻ പ്ലസ് ing അല്ലെങ്കിൽ ഹാവ് ബീൻ പ്ലസ് ing ആണ്. ഇവിടുത്തെ സബ്ജക്റ്റ് ആരാണ്? ഐയുടെ കൂടെ നമ്മൾ ഉപയോഗിക്കുക ഹാവ് ആണ്. അപ്പോൾ നമ്മളിത് സ്റ്റാർട്ട് ചെയ്യുക എങ്ങനെയാണ്? ഐ ഉപയോഗിച്ച് സ്റ്റാർട്ട് ചെയ്യും. അതിനുശേഷം താമസിക്കുക എന്ന് പറയുമ്പോൾ സ്റ്റേ. അതിന്റെ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ഫോം എന്താണ്? ഹാവ് ബീൻ സ്റ്റേയിങ്. ഇവിടെ സബ്ജക്റ്റ് ഹി ആയിരുന്നെങ്കിൽ നമ്മൾ ഹാസ് ബീൻ സ്റ്റേയിങ് എന്ന് പറയുമായിരുന്നു. ഇവിടുത്തെ സബ്ജക്റ്റ് ഐ ആയത് കാരണം നമ്മൾ പറയുന്നത് ഹാവ് ബീൻ സ്റ്റേയിങ് എന്നാണ്. ഐ ഹാവ് ബീൻ സ്റ്റേയിങ് ആരുടെ കൂടെ? വിത്ത് മൈ അങ്കിൾ. എത്ര സമയമായിട്ട്? ഫോർ ദ ലാസ്റ്റ് 2 months. ഐ ഹാവ് ബീൻ സ്റ്റേയിങ് വിത്ത് മൈ അങ്കിൾ ഫോർ ദ ലാസ്റ്റ് 2 months. കഴിഞ്ഞ 2 മാസമായി ഞാൻ എൻ്റെ അങ്കിളിന്റെ കൂടെയാണ് താമസിക്കുന്നത്. ഇവിടെ ഫോർ ദ ലാസ്റ്റ് 2 months എന്ന് പറയുന്നത് സമയം സൂചിപ്പിക്കുന്ന ഒരു അഡ്വേർബ് ഫ്രേസ് ആണ്. ഇത്തരം സമയം സൂചിപ്പിക്കുന്ന അഡ്വേർബ് ഫ്രേസസ് പൊതുവെ സെന്റൻസിന്റെ അവസാനമാണ് വരിക. അതിന്റെ പൊസിഷൻ ശ്രദ്ധിക്കുക. അവൻ സാധാരണ 10 മണിക്ക് മുമ്പ് വീട്ടിൽ എത്താറില്ല. ഇവിടുത്തെ സബ്ജക്റ്റ് അവൻ, ഹി. സാധാരണ എന്ന് പറയുമ്പോൾ പതിവായി ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ച് പറയാം. യൂഷ്വലി ഇതൊരു ഫ്രീക്വൻസി അഡ്വേർബ് ആണ്. 10 മണിക്ക് മുമ്പ് എന്ന് പറയുമ്പോൾ ബിഫോർ 10 o'clock. വീട്ടിൽ എത്തുക എന്ന് നമ്മൾ എങ്ങനെ പറയും? നമുക്കിത് 2 രീതിയിൽ പറയാം. ഗെറ്റ് ഹോം എന്ന് പറയാം, അല്ലെങ്കിൽ റീച്ച് ഹോം എന്ന് പറയാം. അവൻ സാധാരണ 10 മണിക്ക് മുമ്പ് വീട്ടിൽ എത്താറില്ല എന്ന് പറയുമ്പോൾ അത് അവൻ്റെ ഒരു ഹാബിറ്റ് ആണ്, അല്ലെ? ഹാബിറ്റ്സിനെ കുറിച്ച് പറയാൻ നമ്മൾ ഏത് ടെൻസാണ് ഉപയോഗിക്കുക? നമ്മൾ സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ് ഉപയോഗിക്കുക. അപ്പൊ സിമ്പിൾ പ്രസന്റ് ടെൻസ് നമ്മൾ ഉണ്ടാക്കുന്നത് V1 ഉപയോഗിച്ചാണ്. ഇവിടെ നമുക്ക് എത്താറില്ല എന്നാണ് പറയേണ്ടത്. അതായത് നമുക്ക് വേണ്ടത് ഒരു നെഗറ്റീവ് വെർബാണ്. സിമ്പിൾ പ്രസന്റ് ടെൻസിൽ നമ്മൾ നെഗറ്റീവ്സ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? നമ്മൾ അതിനെ ഡു അല്ലെങ്കിൽ ഡസ് ഉപയോഗിക്കും. നമുക്ക് ഡു നോട്ട് എന്ന് പറയാം, അല്ലെങ്കിൽ ഡസ് നോട്ട് എന്ന് പറയാം. ഇവിടെ ഡസ് ഉപയോഗിക്കുന്ന സബ്ജക്ട് സിംഗുലർ ആകുമ്പോഴാണ്. ഇവിടുത്തെ സബ്ജക്ട് അവൻ ആണ്. അവൻ എന്ന് പറയുന്നത് ഒരു സിംഗുലർ പ്രൊനൗൺ ആണ്. ഹി ആണ് സബ്ജക്ട്. അതുകൊണ്ട് നമ്മളിവിടെ ഡസ് ആണ് ഉപയോഗിക്കുക. അപ്പൊ അതിന്റെ നെഗറ്റീവ് ഫോം എന്ന് പറയുന്നത് ഡസ് നോട്ട്. വീട്ടിലെത്താറില്ല എന്ന് പറയുമ്പോൾ ഡസ് നോട്ട് റീച്ച് ഹോം, അല്ലെങ്കിൽ ഡസ് നോട്ട് ഗെറ്റ് ഹോം. ഹി ഡസൻ യൂഷ്വലി ഗെറ്റ് ഹോം ബിഫോർ 10 o'clock. അപ്പൊ ഇവിടെ നമ്മൾ ഈ യൂഷ്വലി എന്ന് പറയുന്ന അഡ്വർബിന്റെ പൊസിഷൻ നോക്കൂ. അത് ഡസൻ എന്ന് പറയുന്ന ആ വെർബിന് ശേഷമാണ് വന്നിരിക്കുന്നത്. അതിന് കാരണം എന്താ? വെർബിന് മുന്നിലാണ് ഫ്രീക്വൻസി അഡ്വർബ്സ് സാധാരണ ഉപയോഗിക്കുക. നമ്മൾ വെർബിൽ ഒന്നിൽ കൂടുതൽ വാക്കുകൾ വരുന്ന സാഹചര്യങ്ങളിൽ അതിലെ ആ വെർബിലെ ആദ്യത്തെ ഓക്സിലറി വെർബ് ഏതോ അതിനുശേഷമാണ് ഈ ഫ്രീക്വൻസി അഡ്വർബ് ഉപയോഗിക്കുക. അതുകൊണ്ടാണ് ഇവിടെ ഡസൻ എന്ന് പറയുന്ന ആ ഓക്സിലറിക്ക് ശേഷം നമ്മൾ യൂഷ്വലി ഉപയോഗിച്ചത്. വെർബിൽ ഒറ്റ വാക്കേ ഉള്ളൂ എങ്കിൽ, അതായത് മെയിൻ വെർബ് മാത്രമാണ് ആ വെർബിൽ ഉള്ളതെങ്കിൽ നമ്മൾ ആ വെർബിന് മുന്നിലാണ് ഫ്രീക്വൻസി അഡ്വർബ്സ് ഉപയോഗിക്കുക. അപ്പോൾ അവൻ 10 മണിക്ക് വീട്ടിൽ എത്താറുണ്ട് എന്നാണ് പറയേണ്ടതെങ്കിൽ നമ്മൾ ഇങ്ങനെയാണ് പറയുക: ഹി യൂഷ്വലി ഗെറ്റ്സ് ഹോം ബിഫോർ 10 o'clock എന്ന് പറയും. ഇവിടെ ഗെറ്റ്സ് എന്ന് ഉപയോഗിച്ചതിന് കാരണം ഇവിടുത്തെ സബ്ജക്റ്റ് ഹി എന്ന് പറയുന്ന സിംഗുലർ പ്രൊനൗൺ ആണ്. അതിന്റെ നെഗറ്റീവ് ഫോം ഡസൻ ഗെറ്റ് ഹോം ആണ്. അതിന്റെ കൂടെ അഡ്വർബ് കൂടി വരുമ്പോൾ അഡ്വർബിനെ നമ്മൾ ഡസിന് ശേഷം ഉപയോഗിക്കും. അപ്പൊ നമ്മൾ എങ്ങനെയാണ് പറയുന്നത്? ഹി ഡസൻ യൂഷ്വലി ഗെറ്റ് ഹോം ബിഫോർ 10 o'clock. ഞാൻ 6 മാസമായി ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നമ്മൾ പറയുന്ന കാര്യം 6 മാസം മുമ്പ് തുടങ്ങി ഇപ്പതായി സമയം വരെയും കണ്ടിന്യൂ ചെയ്യുന്ന ഒരു ആക്ടിവിറ്റിയാണ്. അപ്പൊ ഇത്തരം കാര്യങ്ങളെ കുറിച്ച് പറയാൻ നമ്മൾ ഉപയോഗിക്കുക പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. അതിന്റെ ഫോം എന്ന് പറയുന്നത് ഹാസ് ബീൻ പ്ലസ് ing അല്ലെങ്കിൽ ഹാവ് ബീൻ പ്ലസ് ing ആണ്. ഇവിടുത്തെ സബ്ജക്റ്റ് ആരാണ്? ഞാൻ ആണ്. ഐയുടെ കൂടെ നമ്മൾ ഉപയോഗിക്കുക ഹാസ് ആണോ ഹാവ് ആണോ? നമ്മൾ ഉപയോഗിക്കുക ഹാവ് ആണ്. പഠിക്കുക എന്ന് പറയുമ്പോൾ അത് നമുക്ക് 2 രീതിയിൽ പറയാം. സ്റ്റഡി എന്ന് പറയാം, അല്ലെങ്കിൽ ലേൺ എന്ന് പറയാം. അപ്പോൾ അതിന്റെ ലേൺ എന്ന വെർബിന്റെ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഫോം എന്താണ്? ഹാവ് ബീൻ ലേണിംഗ് അല്ലെങ്കിൽ ഹാസ് ബീൻ ലേണിംഗ്, അല്ലേ? അപ്പോൾ നമ്മളിവിടെ സബ്ജക്റ്റ് ഐ ആയത് കാരണം നമ്മൾ ഉപയോഗിക്കുന്നത് ഹാവ് ആണ്. നമ്മൾ ഈ സെന്റൻസിനെ ഇംഗ്ലീഷിലേക്ക് മാറ്റുമ്പോൾ നമ്മൾ സബ്ജക്റ്റ് ഉപയോഗിച്ച് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ നമ്മൾ ഇങ്ങനെ പറയും: ഐ ഹാവ് ബീൻ ലേണിംഗ്. എന്താണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്? ഇംഗ്ലീഷ്. ഐ ഹാവ് ബീൻ ലേണിംഗ് ഇംഗ്ലീഷ്. എത്ര സമയമായി? ഫോർ 6 months. 6 മാസമായി. ഇങ്ങനെ സമയം സൂചിപ്പിക്കുന്ന എക്സ്പ്രഷൻസ് പൊതുവെ സെന്റൻസിന് അവസാനമാണ് വരിക. ഫോർ 6 months എന്ന് പറയുമ്പോൾ 6 മാസമായി എന്നർത്ഥം. ഇനിയിപ്പോൾ ഞാൻ ജനുവരി മുതലാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നതെന്നാണ് പറയേണ്ടതെങ്കിലോ? അപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് പറയുക: ഐ ഹാവ് ബീൻ ലേണിംഗ് ഇംഗ്ലീഷ് സിൻസ് ജാനുവരി എന്ന് പറയും. എപ്പോൾ മുതലാണ് ഒരു പ്രവൃത്തി തുടങ്ങിയത് എന്ന് പറയാൻ നമ്മൾ സിൻസ് ആണ് ഉപയോഗിക്കുക. എത്ര സമയമായി അത് തുടരുന്നു എന്ന് പറയാൻ നമ്മൾ ഫോർ ഉപയോഗിക്കും. അവന് ഒരു നല്ല ജോലിയില്ല. ഒരു കാര്യം ഉണ്ട് അല്ലെങ്കിൽ ഇല്ല എന്ന് പറയാൻ നമ്മൾ എപ്പോഴും സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ് ഉപയോഗിക്കുക. അപ്പോൾ ജോലി എന്ന് പറയുമ്പോൾ ജോബ്, നല്ല ജോലി എന്ന് പറയുമ്പോൾ എ ഗുഡ് ജോബ്. ഇവിടുത്തെ സബ്ജക്റ്റ് ആരാണ്? അവൻ ആണ്, ഹി. അവന് ഇല്ല എന്നാണ് നമുക്ക് പറയേണ്ടത്. ഉണ്ട് എന്നാണ് പറയേണ്ടതെങ്കിൽ നമ്മൾ എന്താ പറയുക? ഹാസ് അല്ലെങ്കിൽ ഹാവ് ഉപയോഗിക്കും, അല്ലേ?
ഹി ഹാസ് എ ഗുഡ് ജോബ് എന്ന് പറയുമ്പോൾ അവനൊരു നല്ല ജോലി ഉണ്ട് എന്നർത്ഥം. അവന് നല്ല ജോലി ഇല്ല എന്നാണ് പറയേണ്ടതെങ്കിലോ നമുക്കത് രണ്ട് രീതിയിൽ പറയാം. ഹി ഹാസ് എ ഗുഡ് ജോബ് എന്നതിൻ്റെ നെഗറ്റീവ് ഫോം ഹി ഡസൻ ഹാവ് എ ഗുഡ് ജോബ് എന്ന് നമുക്ക് പറയാം. അല്ലെങ്കിൽ നമുക്ക് ഹി ഹാസൻ ഗോട്ട് എ ഗുഡ് ജോബ് എന്ന് പറയാം. ഇത് രണ്ടും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഹാസിൻ്റെ നെഗറ്റീവായി നമുക്ക് ഡസൻ ഹാവ് എന്ന് പറയാം. ഹാവിൻ്റെ നെഗറ്റീവായി നമുക്ക് ഡോണ്ട് ഹാവ് എന്ന് പറയാം. അതല്ലെങ്കിൽ ഹാസിൻ്റെ നെഗറ്റീവായി നമുക്ക് ഹാസിൻ ഗോട്ട് എന്ന് പറയാം. അതുപോലെ തന്നെ ഹാവിൻ്റെ നെഗറ്റീവായി നമുക്ക് ഹാവിൻ ഗോട്ട് എന്ന് പറയാം. അവനൊരു നല്ല ജോലിയുണ്ട് എന്ന അർത്ഥത്തിൽ നമുക്ക് ഹി ഹാസ് എ ഗുഡ് ജോബ് എന്ന് പറയാം. അല്ലെങ്കിൽ ഹി ഹാസ് ഗോട്ട് എ ഗുഡ് ജോബ് എന്ന് പറയാം. അവൾ ഇപ്പോൾ ഒരു പുതിയ പ്രൊജക്റ്റ് ചെയ്യുകയാണ്. ഇപ്പോൾ ഒരു ആക്ടിവിറ്റി നടക്കുകയാണെന്ന് പറയാൻ നമ്മൾ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ് ഉപയോഗിക്കുക. പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിന്റെ ഫോം എന്താണ്? ഈസ്, ആം, ആർ പ്ലസ് ING ഫോം ആണ്. അപ്പൊ സബ്ജക്റ്റ് ഇവിടെ ഷീ ആണ് അല്ലെ. ഷീ എന്ന സബ്ജക്റ്റിന്റെ കൂടെ നമ്മൾ ഏതാ ഉപയോഗിക്കുക? ഈസ്, ആം, ആറിൽ ഏതാ ഉപയോഗിക്കുക? നമ്മൾ ഈസ് ആണ് ഉപയോഗിക്കുക. ഒരു പ്രൊജക്റ്റ് ചെയ്യുകയാണെന്ന് പറയും, ചെയ്യുകയാണ് എന്നുള്ളത് നമ്മൾ എങ്ങനെയാ പറയുക? ഡു. അപ്പൊ അതിന്റെ ING ഫോം എന്ന് പറയുന്നത് ഡൂയിങ്. ഇതിന്റെ പ്രസന്റ് കണ്ടിന്യൂസ് ഫോം ഏതാണ്? ഈസ് ഡൂയിങ്. ഷീ ഈസ് ഡൂയിങ്. അവൾ ചെയ്യുകയാണ്. എന്താ ചെയ്യുന്നത്? ഒരു പുതിയ പ്രൊജക്റ്റ്. ഷീ ഈസ് ഡൂയിങ് എ ന്യൂ പ്രൊജക്റ്റ്. ഇപ്പോൾ എന്ന് പറയാൻ നമുക്ക് അറ്റ് ദ മൊമെന്റ് എന്ന് പറയാം, അല്ലെങ്കിൽ നൗ എന്ന് പറയാം, ദീസ് ഡേയ്സ് എന്ന് പറയാം. അങ്ങനെ പല എക്സ്പ്രഷൻസും യൂസ് ചെയ്യാം. ഷീ ഈസ് ഡൂയിങ് എ ന്യൂ പ്രൊജക്റ്റ് അറ്റ് ദ മൊമെന്റ്. നമുക്ക് ഇത് തന്നെ വേറൊരു രീതിയിലും പറയാം. നമുക്ക് ഇങ്ങനെയും പറയാം, ഷീ ഈസ് വർക്കിംഗ് ഓൺ എ ന്യൂ പ്രൊജക്റ്റ് അറ്റ് ദ മൊമെന്റ്. അല്ലെങ്കിൽ ഷീ ഈസ് വർക്കിംഗ് ഓൺ എ ന്യൂ പ്രൊജക്റ്റ് ദീസ് ഡേയ്സ്. ഷീ ഈസ് ഡൂയിങ് എ ന്യൂ പ്രൊജക്റ്റ് എന്ന് പറഞ്ഞാലും ഷീ ഈസ് വർക്കിംഗ് ഓൺ എ ന്യൂ പ്രൊജക്റ്റ് എന്ന് പറഞ്ഞാലും ഒരേ അർത്ഥം തന്നെയാണ്. ഞങ്ങൾ വല്ലപ്പോഴും മാത്രമേ പുറത്തു നിന്ന് ഭക്ഷണം കഴിക്കാറുള്ളൂ. ഇതും ഒരു ഹാബിറ്റാണ്. വല്ലപ്പോഴും എന്ന് പറയുമ്പോൾ റയർലി, അപൂർവമായി എന്നർത്ഥം. പുറത്തു നിന്ന് ഭക്ഷണം കഴിക്കുക എന്ന് എങ്ങനെയാണ് നമ്മൾ ഇംഗ്ലീഷിൽ പറയാം? ഈറ്റ് ഔട്ട്. വളരെ ഈസിയാണ്. നമ്മൾ മലയാളത്തിൽ ഇത്രയും വാക്കുകൾ എഴുതേണ്ടി വന്നു, പക്ഷേ ഇംഗ്ലീഷിൽ ഈറ്റ് ഔട്ട് എന്ന് പറഞ്ഞാൽ പുറത്തു നിന്ന് ഭക്ഷണം കഴിക്കുക എന്നർത്ഥമാണ്. ഇവിടുത്തെ സബ്ജക്റ്റ് ഞങ്ങൾ, വി. വല്ലപ്പോഴും എന്ന് പറയുമ്പോൾ റയർലി. വി റയർലി ഈറ്റ് ഔട്ട്. ഇവിടെ ഈ റയർലി എന്ന് പറയുന്ന ഫ്രീക്വൻസി അഡ്വർബ് ഈറ്റ് എന്ന വെർബിന് മുന്നിൽ വന്നു. ഇവിടുത്തെ വെർബ് ഒറ്റ വാക്കേ ഉള്ളൂ, ഈറ്റ്. ഇങ്ങനെ വെർബ് ഒറ്റ വാക്ക് മാത്രമാവുന്ന സാഹചര്യങ്ങളിൽ ഫ്രീക്വൻസി അഡ്വർബ് ആ വെർബിന് തൊട്ടു മുന്നിലായിട്ട് വരും. വെർബിൽ ഒന്നിൽ കൂടുതൽ വാക്കുകൾ വരുന്ന സാഹചര്യങ്ങളിൽ അതിലെ ആ ആദ്യത്തെ ഓക്സിലറി വെർബ് ഏതോ അതിനുശേഷമാണ് നമ്മൾ ഈ ഫ്രീക്വൻസി അഡ്വർബ് ഉപയോഗിക്കുക. ആ ഓക്സിലറി വെർബിന്റെ കൂടെ നോട്ട് വരുന്നുണ്ടെങ്കിൽ അതിനും ശേഷമാണ് ശ്രദ്ധിക്കുക കേട്ടോ. എനിക്ക് വായിക്കാൻ ഇഷ്ടമാണ്. ഇഷ്ടമാണെന്ന് എങ്ങനെ പറയും? ലൈക്ക്. കഴിഞ്ഞ ലെസണിൽ നമ്മൾ നോക്കിയത് സബ്ജക്ട് പ്ലസ് വെർബ് പ്ലസ് ഒബ്ജക്റ്റ് ആണല്ലേ. ഒബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ നൗണോ പ്രൊനൗണോ തന്നെ ആവണമെന്നില്ല. ഒബ്ജക്റ്റ് ഒരു ING ഫോം ആവാം, അല്ലെങ്കിൽ ഒരു ഇൻഫിനിറ്റീവ് ആവാം. ഇൻഫിനിറ്റീവ് എന്ന് പറയുമ്പോൾ എന്താണ്? V1 മുന്നിൽ ഒരു ടു ഉപയോഗിക്കുമ്പോൾ അതൊരു ടു ഇൻഫിനിറ്റീവ് ആയി. ആക്ച്വലി ഇൻഫിനിറ്റീവ് എന്ന് പറയുമ്പോൾ വെർബിന്റെ ഫസ്റ്റ് ഫോം V1 ആണ് ഇൻഫിനിറ്റീവ്. അതിന്റെ കൂടെ ടു യൂസ് ചെയ്യുമ്പോൾ നമ്മൾ അതിനെ ടു ഇൻഫിനിറ്റീവ് എന്ന് പറയും. ING ഫോം എന്ന് പറയുന്നത് നമ്മൾ V1 കൂടെ ഒരു ING ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്തോ അതാണ് വെർബിന്റെ ING ഫോം. ഇവിടുത്തെ വെർബ് ലൈക്ക് ആണ്, ഇഷ്ടമാണെന്നാണ് പറയുന്നത്. ആർക്ക്? എനിക്ക്. ഐ ലൈക്ക്. എന്താണ് ഇഷ്ടം? വായിക്കാൻ, ടു റീഡ്. ഐ ലൈക്ക് ടു റീഡ്. ഐ ലൈക്ക് ബുക്സ് എന്ന് പറയുമ്പോൾ എനിക്ക് പുസ്തകങ്ങൾ ഇഷ്ടമാണെന്ന് അർത്ഥം. എനിക്ക് വായിക്കാൻ ഇഷ്ടമാണെന്ന് പറയുമ്പോഴോ വായിക്കാൻ എന്ന് പറയാൻ വേണ്ടി നമ്മളിവിടെ ഒരു ഇൻഫിനിറ്റീവ് ഉപയോഗിച്ചു, ടു റീഡ് എന്ന് ഉപയോഗിച്ചു. നമുക്കിവിടെ ലൈക്ക്, ലവ്, ഹേറ്റ് ഈ വേർബ്സിൻ്റെ ഒക്കെ ശേഷം നമുക്ക് ഇൻഫിനിറ്റീവ് അല്ലെങ്കിൽ ING ഫോം യൂസ് ചെയ്യാം. മീനിങ്ങിൽ വ്യത്യാസമൊന്നും വരുന്നില്ല. അപ്പോൾ നമുക്കിത് രണ്ട് രീതിയിൽ പറയാം. ഐ ലൈക്ക് റീഡിംഗ് എന്ന് പറയാം, അല്ലെങ്കിൽ നമുക്ക് ഐ ലൈക്ക് ടു റീഡ് എന്ന് പറയാം. രണ്ടിൻ്റെയും അർത്ഥം ഇവിടെ ഒന്ന് തന്നെയാണ്. ലൈക്കിന് പകരം നമുക്ക് എൻജോയ് എന്ന വെർബും നമുക്കിവിടെ ഉപയോഗിക്കാവുന്നതാണ്. എൻജോയ് എന്ന് പറയുമ്പോൾ ഞാനത് ആസ്വദിക്കുന്നു എന്നർത്ഥം. പക്ഷേ ലൈക്കിന് ശേഷം നമുക്ക് ഒരു ടു ഇൻഫിനിറ്റീവ് ഉപയോഗിക്കാം. ഐ ലൈക്ക് ടു റീഡ് എന്ന് പറയാം. പക്ഷേ എൻജോയ് എന്ന വെർബിന് ശേഷം നമുക്ക് എല്ലായ്പ്പോഴും ING ഫോം തന്നെ യൂസ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഐ ലൈക്ക് ടു റീഡ് എന്ന് പറയാം, ഐ ലൈക്ക് റീഡിംഗ് എന്ന് പറയാം, അല്ലെങ്കിൽ ഐ എൻജോയ് റീഡിംഗ് എന്ന് പറയാം. ഐ എൻജോയ് ടു റീഡ് എന്ന് പറയാൻ സാധിക്കില്ല. എനിക്ക് കുട്ടികളുടെ കൂടെ സമയം ചിലവഴിക്കാൻ ഇഷ്ടമാണ്. ഇവിടെയും ഇഷ്ടമാണെന്നാണ് പറയുന്നത്. ആർക്കാ ഇഷ്ടം? എനിക്ക്. ഐ ലൈക്ക്. അങ്ങനെയാണ് നമ്മൾ ഈ സെന്റൻസ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. എനിക്ക് ഇഷ്ടമാണ്. എന്താണ് ഇഷ്ടമുള്ളത്? സമയം ചിലവഴിക്കുക. സമയം ചിലവഴിക്കാൻ എന്നെങ്ങനെ പറയും? ടു സ്പെൻഡ് ടൈം. അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? സ്പെൻഡിങ് ടൈം. ഇത് രണ്ടും പറയാം. ഇവിടെ ലൈക്ക് എന്ന വെർബിന് ശേഷം നമുക്ക് ING ഫോം അല്ലെങ്കിൽ ഇൻഫിനിറ്റീവ് ഒരേ രീതിയിൽ ഉപയോഗിക്കാം. അപ്പോൾ സമയം ചിലവഴിക്കാൻ എന്ന് പറയുമ്പോൾ ടു സ്പെൻഡ് ടൈം. ഐ ലൈക്ക് ടു സ്പെൻഡ് ടൈം. ആരുടെ കൂടെ? വിത്ത് ചിൽഡ്രൻ, കുട്ടികളുടെ കൂടെ. അല്ലെങ്കിൽ ഐ ലൈക്ക് സ്പെൻഡിങ് ടൈം വിത്ത് ചിൽഡ്രൻ. രണ്ടും ഇവിടെ പറയാവുന്നതാണ്. കുട്ടികളുടെ കൂടെ എന്ന് പറയുമ്പോൾ വിത്ത് ചിൽഡ്രൻ. എനിക്ക് മൃഗങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാൻ ഇഷ്ടമാണ്. ഇഷ്ടമാണ് ഐ ലൈക്ക് അല്ലേ. നമ്മളിത് സിമ്പിൾ പ്രസന്റ് ടെൻസിലാണ് ഇത് പറയുന്നത്. ഒരു കാര്യം ഇഷ്ടമാണ് എന്ന് പറയാൻ നമ്മൾ സിമ്പിൾ പ്രസന്റ് ടെൻസ് ഉപയോഗിക്കും. ഐ ലൈക്ക്. എന്താണ് ഇഷ്ടമുള്ളത്? മൃഗങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാൻ. ഭക്ഷണം കൊടുക്കാൻ എന്നെങ്ങനെ പറയും? ടു ഫീഡ്. ഭക്ഷണം കൊടുക്കുക എന്നുള്ളതിന് ഫീഡ് എന്നാണ് പറയുക. കൊടുക്കാൻ എന്ന് പറയുമ്പോൾ ടു ഫീഡ്. അല്ലെങ്കിൽ നമുക്കിവിടെ ഫീഡിംഗ് എന്ന് പറയാം. അപ്പോൾ നമ്മളിത് ഇങ്ങനെയാണ് പറയുക. ഐ ലൈക്ക്
ടു ഫീഡ് ആർക്ക് ഭക്ഷണം കൊടുക്കാനാണ് ഇഷ്ടം? ആനിമൽസിന് അല്ലേ? ഐ ലൈക്ക് ടു ഫീഡ് ആനിമൽസ്. എനിക്ക് മൃഗങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാൻ ഇഷ്ടമാണ്. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം? ഐ ലൈക്ക് ഫീഡിങ് ആനിമൽസ്. നമുക്കിവിടെ ING ഫോമും ഉപയോഗിക്കാം. എല്ലാ വേർബ്സിന് ശേഷവും നമുക്കിങ്ങനെ ING ഫോമും ഇൻഫിനിറ്റീവും മാറി മാറി ഉപയോഗിക്കാൻ സാധിക്കില്ല. ചില വേർബ്സിന് ശേഷം നമുക്ക് ING ഫോം മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ ചില വേർബ്സിന് ശേഷം നമുക്ക് ഇൻഫിനിറ്റീവ് മാത്രമേ ഉപയോഗിക്കാൻ സാധിക്കൂ. ഇവിടെ നമ്മൾ പറയുന്നത് ലൈക്ക് എന്ന ഈ വെർബിനെ കുറിച്ചാണ്. ലൈക്ക്, ലവ്, ഹേറ്റ് ഇതുപോലത്തെ വേർബ്സിന് ശേഷം നമുക്ക് സാധാരണഗതിയിൽ ING ഫോമും ഇൻഫിനിറ്റീവും ഒരേ മീനിങ്ങിൽ യൂസ് ചെയ്യാൻ പറ്റും. എനിക്ക് നേരത്തെ എഴുന്നേൽക്കാൻ ഇഷ്ടമല്ല. ഇഷ്ടമാണ് എന്ന് പറയുമ്പോൾ ലൈക്ക്. അതിന്റെ നെഗറ്റീവ് ഫോം എന്താണ്? ഇഷ്ടമല്ല എന്ന് എങ്ങനെ പറയും? ഡോൺ ലൈക്ക് എന്ന് പറയാം, അല്ലെങ്കിൽ ഡസിൻ ലൈക്ക് എന്ന് പറയാം അല്ലെ? ഡോൺ ലൈക്ക് എന്ന് നമ്മൾ എപ്പോഴാണ് ഉപയോഗിക്കുക? സബ്ജക്റ്റ് പ്ലൂറൽ ആവുമ്പോൾ, സബ്ജക്റ്റ് ഐ അല്ലെങ്കിൽ യു ആവുമ്പോഴാണ് നമ്മൾ ഡോൺ ലൈക്ക് എന്ന് പറയുന്നത്. സബ്ജക്റ്റ് സിംഗുലർ ആവുമ്പോൾ നമ്മൾ ഡസിൻ ലൈക്ക് എന്നാണ് പറയുക. ഇവിടുത്തെ സബ്ജക്റ്റ് എനിക്ക്, ഞാൻ ആണ്. അപ്പോൾ ഇവിടുത്തെ സബ്ജക്റ്റ് ഐ ആണ്. ഐ ഇഷ്ടമല്ല എന്ന് എങ്ങനെ പറയും? ഐ ഡോണ്ട് ലൈക്ക്. എന്താ ഇഷ്ടമല്ലാത്തത്? നേരത്തെ എഴുന്നേൽക്കാൻ. എഴുന്നേൽക്കുക എന്ന് എങ്ങനെ പറയാ? ഗെറ്റപ്പ്. എഴുന്നേൽക്കാൻ, ടു ഗെറ്റപ്പ്. നേരത്തെ, ഏർലി. ഐ ഡോണ്ട് ലൈക്ക് ടു ഗെറ്റ് അപ്പ് ഏർലി. എനിക്ക് നേരത്തെ എഴുന്നേൽക്കാൻ ഇഷ്ടമല്ല. ഇവിടെ ഈ ഏർലി എന്ന് പറയുന്നത് ഒരു അഡ്വർബാണ്, സമയം സൂചിപ്പിക്കുന്ന അഡ്വർബാണ്. ഇങ്ങനെ സമയം സൂചിപ്പിക്കുന്ന അഡ്വർബ്സ് സാധാരണഗതിയിൽ സെന്റൻസിന്റെ അവസാനമാണ് വരിക. അവന് നേരത്തെ എഴുന്നേൽക്കാൻ ഇഷ്ടമല്ല എന്നാ പറയേണ്ടതെങ്കിലും അപ്പൊ നമ്മൾ എന്താ പറയാ? ഹി ഡസിൻ ലൈക്ക് ടു ഗെറ്റ് അപ്പ് ഏർലി എന്ന് പറയും. ഇവിടെ ഡസ് ഉപയോഗിക്കാൻ കാരണം സബ്ജക്റ്റ് ഹി ആയതുകൊണ്ടാണ്. നമുക്കിത് തന്നെ ING ഫോം ഉപയോഗിച്ചും പറയാം. അപ്പൊ നമുക്ക് ഇങ്ങനെയും പറയാം, ഐ ഡോണ്ട് ലൈക്ക് ഗെറ്റിംഗ് അപ്പ് ഏർലി. ഐ ഡോണ്ട് ലൈക്ക് ടു ഗെറ്റ് അപ്പ് ഏർലി എന്ന് പറയുന്നതിന്റെ അതേ മീനിങ് തന്നെയാണ് ഐ ഡോണ്ട് ലൈക്ക് ഗെറ്റിംഗ് അപ്പ് ഏർലി എന്ന് പറയുമ്പോഴും. നിനക്ക് സൺഡേ ജോലി ചെയ്യുന്നതിൽ എതിർപ്പുണ്ടോ, പരാതിയുണ്ടോ ആണ് ചോദിക്കുന്നത്. അപ്പൊ നിനക്കൊരു കാര്യം ചെയ്യാൻ പരാതിയുണ്ടോ എന്ന് ചോദിക്കാൻ നമ്മൾ എന്താ ഉപയോഗിക്കുക? ഡു യു മൈൻഡ് എന്നാണ് ചോദിക്കുക. എനിക്ക് പരാതി ഇല്ല എന്ന് പറയാൻ ഐ ഡോണ്ട് മൈൻഡ് എന്ന് പറയുന്നത് പോലെ നിനക്ക് പരാതിയുണ്ടോ എന്ന് ചോദിക്കാൻ നമ്മൾ ഡു യു മൈൻഡ് എന്ന് ചോദിക്കും. എന്തിന് പരാതി ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്? ഞായറാഴ്ച വർക്ക് ചെയ്യുന്നത്. അപ്പൊ നമ്മളിത് ഇങ്ങനെയാണ് പറയുക, ഡു യു മൈൻഡ് വർക്കിംഗ് ഓൺ സൺഡേസ്. ഏതെങ്കിലും ഒരു പ്രത്യേക സൺഡേയെ കുറിച്ചല്ല പറയുന്നത്. പൊതുവെ ഞായറാഴ്ചകളിൽ ജോലി ചെയ്യാൻ പരാതിയുണ്ടോ, എതിർപ്പുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മളിവിടെ സൺഡേസ് എന്ന് പറയുന്ന പ്ലൂറൽ ഫോം ഉപയോഗിച്ചത്. ആഴ്ചയിലെ ദിവസങ്ങൾക്ക് മുന്നിൽ നമ്മൾ ഓൺ ആണ് ഉപയോഗിക്കുക. അവർ വരാമെന്ന് സമ്മതിച്ചിട്ടുണ്ട്. ഇവിടുത്തെ സബ്ജക്റ്റ് അവർ, ദേ ആണ്. ഒരു കാര്യം സമ്മതിച്ചിട്ടുണ്ട് എന്ന് പറയാൻ നമ്മളിവിടെ ഉപയോഗിക്കുക പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ആണ്. അപ്പോൾ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിന്റെ ഫോം എന്ന് പറയുന്നത് ഹാസ് അല്ലെങ്കിൽ ഹാവ് പ്ലസ് V3 ആണ്. സമ്മതിക്കുക എന്ന് എങ്ങനെ പറയും? നമ്മൾ എഗ്രി അല്ലെ? സമ്മതിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഹാവ് എഗ്രീഡ് അല്ലെങ്കിൽ ഹാസ് എഗ്രീഡ്. ഇവിടുത്തെ സബ്ജക്റ്റ് ദേ എന്ന പ്ലൂറൽ പ്രൊനൗൺ ആയത് കാരണം നമ്മളിവിടെ ഉപയോഗിക്കുക ഹാവ് ആണ്. അപ്പൊ ദേ ഹാവ് എഗ്രീഡ്. എന്താ സമ്മതിച്ചിട്ടുള്ളത്? വരാമെന്ന്. ദേ ഹാവ് എഗ്രീഡ് ടു കം. വരാൻ എന്ന് പറയുമ്പോൾ ടു കം. ദേ ഹാവ് എഗ്രീഡ് ടു കം. അവര് വരാമെന്ന് സമ്മതിച്ചിട്ടുണ്ട്. അവർ സഹായിക്കാമെന്ന് ഉറപ്പ് പറഞ്ഞിട്ടുണ്ട്. ഉറപ്പ് പറയുക എന്ന് പറയുമ്പോൾ പ്രോമിസ് ആണ് അല്ലെ? ഇപ്പൊ ഇവിടെയും തന്നെ പറഞ്ഞിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മളിത് ഇങ്ങനെ ഉറപ്പ് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ദേ ഹാവ് പ്രോമിസ്ഡ് അല്ലെ? ഇവിടുത്തെ സബ്ജക്റ്റ് അവർ, ദേ ആണ്. അതുകൊണ്ടാണ് നമ്മൾ ഹാവ് ഉപയോഗിക്കുന്നത്. ഹി ആയിരുന്നെങ്കിൽ നമ്മൾ ഹി ഹാസ് പ്രോമിസ്ഡ് എന്ന് പറയുമായിരുന്നു. എന്താ പ്രോമിസ് ചെയ്തിട്ടുള്ളത്? സഹായിക്കാം. സഹായിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് എങ്ങനെയാ പറയാ? നമ്മളവിടെ ഉപയോഗിക്കുന്ന ഒരു ഇൻഫിനിറ്റീവ് ആണ്. ദേ ഹാവ് പ്രോമിസ്ഡ് ടു ഹെൽപ്പ്. അവർ സഹായിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവൾക്ക് കുട്ടികളുണ്ടോ? ഉണ്ട് എന്ന് പറയാൻ നമ്മൾ ഹാസ് അല്ലെങ്കിൽ ഹാവ് ഉപയോഗിക്കും. അവൾക്ക് കുട്ടികളുണ്ട് എന്നാണ് പറയേണ്ടതെങ്കിൽ നമ്മൾ എന്ത് പറയും? ഷീ ഹാസ് ചിൽഡ്രൻ എന്ന് പറയും, അല്ലെങ്കിൽ ഷീ ഹാസ് ഗോട്ട് ചിൽഡ്രൻ എന്ന് പറയും. ഹാസിന് ശേഷം നമുക്ക് ഇങ്ങനെ ഗോട്ട് ഉപയോഗിക്കാം. ഹാസിന് ശേഷവും ഹാവിന് ശേഷവും നമ്മളിങ്ങനെ ഗോട്ട് ഉപയോഗിക്കുന്നത് വളരെ കോമൺ ആണ്. ഇനി ഉണ്ടോ എന്നാണ് ചോദിക്കുന്നതെങ്കിലോ അതിന് നമ്മൾ ഉപയോഗിക്കുക ഡു അല്ലെങ്കിൽ ഡസ് ആണ്. ഡൂം ഡസും മാത്രം പോരാ, അതിനുശേഷം സബ്ജക്റ്റ് വരും, അതിനുശേഷം ഹാവ് വരും. അപ്പോൾ ഇവിടെ ചോദ്യം അവൾക്ക് കുട്ടികളുണ്ടോ എന്നാണ്. സബ്ജക്റ്റ് അപ്പോൾ അവൾ ആണ്. അവൾ എന്ന് പറയുമ്പോൾ ഷീ ഒരു സിംഗുലർ പ്രൊനൗൺ ആണ്, ഒരു സിംഗുലർ സബ്ജക്റ്റ് ആണ്. അതിൻ്റെ കൂടെ നമ്മൾ ഉപയോഗിക്കുക ഡു ആണോ ഡസ് ആണോ, അത് ആദ്യം തീരുമാനിക്കണം. ഡസ് ആണ് ഉപയോഗിക്കുക അല്ലേ? അപ്പം നമ്മൾ ഡസ് ഉപയോഗിച്ചാണ് ഈ ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്യുക. ഡസ് അതിനുശേഷം സബ്ജക്റ്റായ ഷീ വരണം. ഡസ് ഷീ അതിനുശേഷം ഹാവ്. ഡസ് ഷീ ഹാവ് ചിൽഡ്രൻ? അവൾക്ക് കുട്ടികളുണ്ടോ? ഇതേ ചോദ്യം തന്നെ നമുക്ക് ഹാസ് ഗോട്ട് ഉപയോഗിച്ചും നമുക്ക് പറയാവുന്നതാണ്. അപ്പോൾ അങ്ങനെയാവുമ്പോൾ നമ്മൾ എങ്ങനെയാ പറയാ? ഹാസ് ഷീ ഗോട്ട് ചിൽഡ്രൻ എന്ന് പറയും. ഇവിടെ ഹാസ് ഉപയോഗിക്കാൻ കാരണം സബ്ജക്റ്റ് ഷീ ആയതുകൊണ്ടാണ്. സബ്ജക്റ്റ് ഒരു പ്ലൂറൽ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഹാവ് ആണ് അവിടെ ഉപയോഗിക്കുക. അപ്പോൾ നമുക്കിത് ഇങ്ങനെ പറയാം, ഡസ് ഷീ ഹാവ് ചിൽഡ്രൻ എന്ന് ചോദിക്കാം, അല്ലെങ്കിൽ നമുക്ക് ഹാസ് ഷീ ഗോട്ട് ചിൽഡ്രൻ എന്ന് ചോദിക്കാം. രണ്ടിൻ്റെയും മീനിങ് ഒന്ന് തന്നെയാണ്.
അവൻ എവിടെയാണ് ജോലി ചെയ്യുന്നത്? അവൻ എന്ന് പറയുമ്പോൾ ഹി, അതാണ് ഇവിടുത്തെ സബ്ജക്റ്റ്. എവിടെ വേർ, ജോലി ചെയ്യുക എന്ന് പറയുമ്പോൾ വർക്ക്. വെൻ, വേർ, ഹൗ, ഹു, ഇതെല്ലാം WH ക്വസ്റ്റ്യൻ വേർഡ്സ് ആണ്. ഇത്തരം വേർഡ്സ് ഒരു സെന്റൻസിൽ വരുമ്പോൾ നമ്മൾ ആ ക്വസ്റ്റ്യനെ സ്റ്റാർട്ട് ചെയ്യുക ഈ വേർഡ് ഉപയോഗിച്ചായിരിക്കും. ഇതാണ് ആദ്യം വരിക. അതിനുശേഷം ഓക്സിലറി വെർബ് വരും. അതിനും ശേഷമാണ് സബ്ജക്റ്റ് വരിക. ഒരു സാധാരണ സെന്റൻസിൽ സബ്ജക്റ്റ് ആണ് ആദ്യം വരിക, അതിനുശേഷം ഓക്സിലറി വെർബ് വരും. പക്ഷെ ഒരു ക്വസ്റ്റ്യൻ ആവുമ്പോൾ ഓക്സിലറി വെർബ് വന്നതിന് ശേഷമാണ് സബ്ജക്റ്റ് വരിക. ഒരു WH ക്വസ്റ്റ്യൻ ആവുമ്പോൾ ആ WH വേർഡ് വെൻ, വേർ, അതുപോലത്തെ വാക്ക് ഏതെങ്കിലും ഒന്ന് ആദ്യം വരും. അതിനുശേഷം ഓക്സിലറി വെർബ് വരും. അതിനും ശേഷമാണ് സബ്ജക്റ്റ് വരിക. ആളുകളുടെ ജോലിയെ കുറിച്ച് പറയാൻ നമ്മൾ സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ് ഉപയോഗിക്കുക. സിമ്പിൾ പ്രസന്റ് ടെൻസിൽ നമ്മൾ ക്വസ്റ്റ്യൻ ഉണ്ടാക്കുന്നത് ഡു അല്ലെങ്കിൽ ഡസ് ഉപയോഗിച്ചിട്ടായിരിക്കും. ഡു ഉപയോഗിക്കുക പ്ലൂറൽ സബ്ജക്ട്സിന്റെ കൂടെയാണ്, ഡസ് ഉപയോഗിക്കുക സിംഗുലർ സബ്ജക്ട്സിന്റെ കൂടെയാണ്. അപ്പൊ ഇവിടുത്തെ സബ്ജക്റ്റ് ഹി ആണ്. അവൻ എന്ന് പറയുമ്പോൾ ഹി, അതൊരു സിംഗുലർ സബ്ജക്റ്റ് ആണ്. അതുകൊണ്ട് അതിന്റെ കൂടെ നമ്മൾ ഉപയോഗിക്കുന്ന ഓക്സിലറി വെർബ് ഡസ് ആണ്. അപ്പൊ നമ്മളിത് ഇങ്ങനെയാണ് ചോദിക്കുക. വേർ, വേർ ഉപയോഗിച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. വേർ, അതിനുശേഷം ഓക്സിലറി വെർബ് ഡസ്, അതിനും ശേഷം സബ്ജക്റ്റ് വേർ ഡസ് ഹി, അതിനുശേഷം ആ വെർബ് വേർ ഡസ് ഹി വർക്ക്. അവൻ എവിടെയാണ് ജോലി ചെയ്യുന്നത്? അവർ എവിടെയാണ് താമസിക്കുന്നത്? ആളുകൾ എവിടെ താമസിക്കുന്നു എന്ന് ചോദിക്കാനും നമ്മൾ സിമ്പിൾ പ്രസന്റ് ടെൻസ് തന്നെയാണ് ഉപയോഗിക്കുക. പെർമനന്റ് ആയി എവിടെ താമസിക്കുന്നു അല്ലെങ്കിൽ പെർമനന്റ് ആയി എവിടെ ജോലി ചെയ്യുന്നു എന്ന് ചോദിക്കാനാണ് നമ്മൾ ഈ ടെൻസ് ഉപയോഗിക്കുന്നത്. താൽക്കാലികമായ അറേഞ്ച്മെന്റ്സിനെ കുറിച്ച് പറയാൻ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ് ഉപയോഗിക്കുക. താമസിക്കുക എന്നുള്ളത് നമുക്ക് സ്റ്റേ എന്ന് പറയാം, ലീവ് എന്ന് പറയാം. പക്ഷെ സ്റ്റേ എന്ന് പറയുമ്പോൾ താൽക്കാലികമായ താമസത്തിനെ കുറിച്ച് പറയാനാണ് സ്റ്റേ ഉപയോഗിക്കുന്നത്. പെർമനന്റ് ആയി അവർ എവിടെ ജീവിക്കുന്നു എന്ന് ചോദിക്കാൻ നമ്മൾ ലീവ് ആണ് ഉപയോഗിക്കുക. അപ്പൊ ഇവിടെയും തന്നെ എവിടെയാണ് എന്നാണ് ചോദ്യം. അപ്പൊ നമ്മൾ ഈ ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്യുന്നത് വേർ ഉപയോഗിച്ചാണ്. വേർ, അതിനുശേഷം ഇവിടുത്തെ സബ്ജക്റ്റ് അവർ ആണ്. അവർ എന്ന് പറയുമ്പോൾ അതൊരു പ്ലൂറൽ സബ്ജക്റ്റ് ആണല്ലേ. അപ്പൊ അതിന്റെ കൂടെ നമ്മൾ ഉപയോഗിക്കുക ഡു ആണ്. വേർ ഡു, അതിനുശേഷം ദേ, സബ്ജക്റ്റ് ആയി ദേ വരും. അതിനും ശേഷമാണ് മെയിൻ വെർബായ ലീവ് വരുന്നത്. വേർ ഡു ദേ ലീവ്, അവരെവിടെയാണ് താമസിക്കുന്നത് അല്ലെങ്കിൽ ജീവിക്കുന്നത്. നമ്മൾ മലയാളത്തിൽ താമസിക്കുക എന്നാണ് പറയുക, ജീവിക്കുക എന്നങ്ങനെ പറയില്ല. പക്ഷെ ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്ന വെർബ് ലീവ് ആണ്. നീ ധാരാളം സിനിമകൾ കാണാറുണ്ടോ? ഒരു കാര്യം ചെയ്യാറുണ്ടോ? അവിടെ പോയിട്ടുണ്ടോ? അത് കണ്ടിട്ടുണ്ടോ? ഇതെല്ലാം ചോദിക്കാൻ നമ്മൾ ഡു യു ഉപയോഗിക്കും. സബ്ജക്റ്റ് ഹി ആണെങ്കിൽ നമ്മൾ ഡസ് ഹി എന്നാണ് ചോദിക്കുക. സബ്ജക്റ്റ് നീ ആവുമ്പോഴാണ് ഡു യു എന്ന് ചോദിക്കുന്നത്. ഇവിടെ ഇപ്പൊ സബ്ജക്റ്റ് നീ ആണ് അല്ലെ. നീ എന്ന് പറയുമ്പോൾ യു. ധാരാളം സിനിമകൾ എന്ന് പറയുമ്പോൾ എ ലോട്ട് ഓഫ് മൂവീസ്. നീ ധാരാളം സിനിമകൾ കാണാറുണ്ടോ എന്നാണ് ചോദ്യം. അത് നമ്മൾ എങ്ങനെയാണ് ചോദിക്കുക? ഡു യു വാച്ച്, സിനിമ കാണുന്നതിന് വാച്ച് എന്നാണ് പറയുക. ഡു യു വാച്ച് എ ലോട്ട് ഓഫ് മൂവീസ്, നീ ഒരുപാട് സിനിമകൾ കാണാറുണ്ടോ? ഒരു ക്വസ്റ്റ്യന്റെ വേർഡ് ഓർഡർ എന്ന് പറയുമ്പോൾ ആദ്യം ഓക്സിലറി വെർബ് വരും, അതിനുശേഷം സബ്ജക്റ്റ് വരും, അതിനുശേഷം മെയിൻ വെർബ് ഏതോ അത് വരും. WH ക്വസ്റ്റ്യൻ ആകുമ്പോൾ ആദ്യം WH വേർഡ് വരും, അതിനുശേഷം ഓക്സിലറി വെർബ് വരും, അതിനുശേഷം സബ്ജക്റ്റ്, അതിനും ശേഷമാണ് മെയിൻ വെർബ് വരും. ഇംഗ്ലീഷ് സെന്റൻസസിൽ ഒബ്ജക്റ്റ് എപ്പോഴും അവസാനമാണ് വരുന്നത്. ആ ഒബ്ജക്റ്റിന് ശേഷം ചിലപ്പോൾ അഡ്വേർബ്സ് വരാറുണ്ട്. ചില സാഹചര്യങ്ങളിൽ അഡ്വേർബ്സ് വെർബിന് മുന്നിലും വരാറുണ്ട്. നീ എത്ര നേരമായി കാത്തു നിൽക്കുകയാണ്? അപ്പോൾ ഇവിടെ ചോദ്യം നീ എത്ര നേരമായി കാത്തു നിൽക്കുകയാണെന്നാണ്. ഡ്യൂറേഷനെ കുറിച്ചാണ് ചോദിക്കുന്നത്. എത്ര നേരമായി കാത്തു നിൽക്കുകയാണെന്ന് ചോദിക്കുമ്പോൾ അതിനർത്ഥം ഈ ആക്ടിവിറ്റി, കാത്തു നിൽപ്പ് എന്ന് പറയുന്ന ഈ ആക്ടിവിറ്റി പാസ്റ്റിൽ എപ്പോഴോ തുടങ്ങിയിട്ടുണ്ട്, ഇപ്പൊ ഈ സമയം വരെയും കണ്ടിന്യൂ ചെയ്തിട്ടുണ്ട്, അതല്ലേ അതിനർത്ഥം. അങ്ങനെ പാസ്റ്റിൽ തുടങ്ങി പ്രസന്റ് വരെയും കണ്ടിന്യൂ ചെയ്ത കാര്യങ്ങളെ കുറിച്ച് പറയാൻ നമ്മൾ ഉപയോഗിക്കുക പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണ്. അപ്പൊ എത്ര നേരമായി എന്ന് ചോദിക്കുമ്പോൾ ഹൗ ലോങ്, അത് ഉപയോഗിച്ചാണ് നമ്മൾ ഈ ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്യുക. ഹൗ ലോങ്, അതിനുശേഷം നമുക്ക് വേണ്ടത് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിന്റെ ഫോം എന്താണ്? ഹാസ് ബീൻ പ്ലസ് ING അല്ലെങ്കിൽ ഹാവ് ബീൻ പ്ലസ് ING. അപ്പൊ കാത്തു നിൽക്കുക എന്ന് പറയുമ്പോൾ അതിന്റെ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ഫോം ഹാസ് ബീൻ വെയിറ്റിംഗ് അല്ലെങ്കിൽ ഹാവ് ബീൻ വെയിറ്റിംഗ് ആണ്. ഇവിടുത്തെ സബ്ജക്റ്റ് ഏതാണ്? നീ എന്ന് പറയുമ്പോൾ യു ആണ്. യുവിന്റെ കൂടെ നമ്മൾ ഉപയോഗിക്കുക ഹാസ് ആണോ ഹാവ് ആണോ? ഹാവ് ആണ് യൂസ് ചെയ്യുക. അപ്പൊ നമ്മൾ ഇത് ഇങ്ങനെയാണ് ചോദിക്കുക. ഹൗ ലോങ്, അതിനുശേഷം ആ ഓക്സിലറി വെർബ് വരും ഹാവ്, അതിനുശേഷം സബ്ജക്റ്റ് വരും ഹൗ ലോങ് ഹാവ് യു, പിന്നെ വരുന്നത് ബീൻ ആണ്, അതിനും ശേഷം ING ഫോം വരും. ഹൗ ലോങ് ഹാവ് യു ബീൻ വെയിറ്റിംഗ്, നീ എത്ര നേരമായി കാത്തു നിൽക്കുകയാണ്. ഇവിടുത്തെ വെർബിൽ 3 വാക്കുണ്ട്. ഹാവ് ബീൻ വെയിറ്റിംഗ് എന്ന് പറയുമ്പോൾ അതിനകത്ത് 3 വേർഡ് ഉണ്ട്. ഇങ്ങനെ ഒരു വെർബിൽ 3 വേർഡ് വരുമ്പോൾ അതിനെ ക്വസ്റ്റ്യൻ ആക്കി മാറ്റാൻ നമ്മൾ അതിലെ ആദ്യത്തെ ഓക്സിലറി ഏതോ അത് മാത്രമാണ് സബ്ജക്റ്റിന് മുന്നിലേക്ക് വെക്കുക. ഇവിടെ നമ്മൾ ഹാവ് മാത്രമാണ് സബ്ജക്റ്റിന് മുന്നിൽ വെച്ചത്. ബീൻ നമ്മൾ സബ്ജക്റ്റിന്റെ മുന്നിലേക്ക് മൂവ് ചെയ്യുന്നില്ല. ഫസ്റ്റ് ഓക്സിലറി മാത്രം സബ്ജക്റ്റിന്റെ മുന്നിലേക്ക് ക്വസ്റ്റ്യൻ ഉണ്ടാക്കുന്നതിന് വേണ്ടി മാറ്റും. സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന പല സെന്റൻസസും എങ്ങനെ മലയാളത്തിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാം എന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പഠിച്ചത്. വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഈ സീരീസിലെ മറ്റു വീഡിയോസ് കാണാൻ നിങ്ങൾ ഗ്രാമർ ലെസൺസോ വർക്ക്ഷീറ്റ്സോ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ ബ്ലോഗ് perfectyourenglish.com വിസിറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.